ഇരിക്കാൻ നോക്കി ഒരു സാധനം കഴിക്കൂല. അപ്പ ഈ അമ്മയല്ലേ എനിക്ക് ക്ഷീണാന്നും പറഞ്ഞോണ്ട് കഴിക്കുന്ന പുറകെ നടക്കും. എനിക്ക് വിശക്കാത്തോണ്ടല്ലേ കഴിക്കാത്ത. ആണോ? നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ പുറകെ നടക്കണേ? ഇവൾക്ക് സ്കൂളിൽ പോകുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സ്കൂളിലിരുന്ന് ഉറങ്ങണതായിട്ട് വല്ല കംപ്ലൈന്റ് ഉണ്ടോ? ഇവളിങ്ങനെ ഓടി കഴിക്കുന്നതിന് വല്ല പ്രശ്നമുണ്ടോ? ഡാൻസ് കളിക്കുമ്പോൾ വല്ല പ്രശ്നമുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് കഫക്കെട്ടോ ഇൻഫെക്ഷനോ വരണ്ടോ? പിന്നെ എന്തിനാ അവൾക്ക് ആരോഗ്യം ഇല്ലാന്ന് പറഞ്ഞു കൊടുക്കുക? അവൾക്ക് ആരോഗ്യമൊക്കെ ഉണ്ട്. അവൾ ആവശ്യമുണ്ടെങ്കിൽ വിശപ്പുണ്ടെങ്കിൽ അവൾ ഭക്ഷണം മേടിച്ച് കഴിച്ചോളൂ. ഇങ്ങനെ നിർബന്ധിച്ച് കഴിപ്പിക്കേണ്ട ആവശ്യമില്ല. കുട്ടികളുള്ള പല വീടുകളിലുള്ള ഒരു സ്ഥിരം പരിപാടിയാണ് ഈ അമ്മമാര് കുട്ടികളുടെ പുറകെ കഴിക്കുന്നു പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നത്. പലപ്പോഴും കുട്ടികൾ നന്നായിരിക്കുന്നില്ല, അല്ലെങ്കിൽ വണ്ണം വെച്ചിരിക്കുന്നില്ല, അതുകൊണ്ട് കുട്ടികൾക്ക് ആരോഗ്യമില്ല എന്നുള്ളൊരു ചിന്തയോടുകൂടിയാണ് ഇങ്ങനെ കഴിക്കാനായിട്ട് നിർബന്ധിക്കുന്നത്. യഥാർത്ഥത്തിൽ കുട്ടിയുടെ ആകൃതിയും കുട്ടിയുടെ ആരോഗ്യം തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല. ഇപ്പോൾ കുട്ടിക്ക് അവരുടെ ദൈനംദിനമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് പ്രശ്നമില്ല, അവർ ഓടിക്കളിക്കുന്നതിന് പ്രശ്നമില്ല, ഡാൻസ് കളിക്കുന്നതിന് പ്രശ്നമില്ല. ഇപ്പോൾ സ്കൂളുകളിൽ ഇങ്ങനെ ഇരുന്ന് ഉറക്കം തൂങ്ങുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻ വരുന്നില്ല, അങ്ങനെയൊക്കെ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആരോഗ്യം ഉണ്ടെന്നുള്ളത് തന്നെയാണ്. അല്ലാതെ കുട്ടി ഇങ്ങനെ വണ്ണം വെച്ചിരിക്കണമെന്ന് നിർബന്ധം പിടിക്കേണ്ട ആവശ്യമില്ല. ഒരു ആരോഗ്യമുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമയാസമയത്ത് വിശക്കും. ശരീരത്തിന് ഭക്ഷണം ആവശ്യമുണ്ടെന്ന് ശരീരം കാണിക്കുന്ന ഒരു രീതിയാണ് വിശപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വിശക്കുമ്പോൾ പലപ്പോഴും വീട്ടിലിരിക്കുന്ന ഈ സ്നാക്സും അതുപോലെ തന്നെ ബേക്കറി പലഹാരങ്ങളും കുട്ടികൾ എടുത്ത് കഴിക്കുമ്പോൾ അവരുടെ വിശപ്പ് കെട്ടുപോകും. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന ആഹാരങ്ങൾ കഴിക്കാൻ വേണ്ടി അമ്മമാർക്ക് ഇങ്ങനെ നിർബന്ധിച്ച് പുറകെ നടക്കേണ്ടി വരുന്നത്. പലപ്പോഴും ഇങ്ങനെ വിശപ്പില്ലാത്ത ഒരു കുട്ടിയെ നിർബന്ധിച്ച് ആഹാരം കഴിപ്പിക്കുന്നത് പലപ്പോഴും അവർക്ക് ദഹനക്കേടിനും അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾക്കും കാരണമായി തീർന്നേക്കാം. അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ ഇതേമാതിരി കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അവരത് കഴിക്കാൻ താല്പര്യം കാണിക്കുന്നില്ല, വിശപ്പില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരുടെ പുറകെ നടന്ന് നിർബന്ധിച്ച് കഴിപ്പിക്കാതെ അവരുടെ ആഹാരശീലങ്ങളിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തുക. അവരുടെ സ്നാക്സ് കൊടുക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് വളരെ ലിമിറ്റ് ചെയ്ത് മാത്രം കൊടുക്കുക. ധാരാളം വെള്ളം കുടിപ്പിക്കാനായിട്ട് ശീലിക്കുക. അതുപോലെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും അവരെ കഴിപ്പിക്കാനായിട്ട് ശീലിപ്പിക്കുക. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് സ്വാഭാവികമായിട്ടുള്ള വിശപ്പ് ഉണ്ടാകും. അങ്ങനെ വിശക്കുമ്പോൾ പരമാവധി വീട്ടിലുള്ള ആഹാരങ്ങൾ മാത്രം കൊടുക്കുക. അപ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് കുട്ടിയുടെ ആകൃതിയോ വണ്ണോ ഒന്നുമല്ല കുട്ടികളുടെ ആരോഗ്യത്തിൻ്റെ ലക്ഷണം. അവരുടെ ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ, അവരുടെ വിശപ്പ് സമയത്ത് ഉണ്ടാകുന്നുണ്ടോ, അവർക്ക് മലശോധന കറക്റ്റായിട്ട് ഉണ്ടാകുന്നു, എങ്ങനെയുണ്ടെങ്കിൽ കുട്ടി ആരോഗ്യവാനാണ്, ആരോഗ്യവതിയാണ്. നിങ്ങളുടെ വീട്ടിൽ ഈ തരം പ്രശ്നമുണ്ടെങ്കിൽ കമന്റ് ചെയ്യോ.